ഗവൺമെൻറ് പ്രമേയം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, ജനുവരി 6, 2025 യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് മാർഗരേഖയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ആശങ്കകൾ വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത്. 1977 ജനുവരി 3 പ്രാബല്യത്തിൽ വന്ന 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും സമാവർത്തി ലിസ്റ്റിലെ ഇനം 25ആയി മാറ്റപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ ഇനം 32 പ്രകാരം സർവകലാശാലകളുടെ സ്ഥാപനം, മേൽനോട്ടം എന്നിവ സംബന്ധിച്ചുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. യൂണിയൻ ലിസ്റ്റിലെ ഇനം 66 പ്രകാരം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിനും നിലവാരം നിശ്ചയിക്കുന്നതിനും മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത്. ഇതിൻ്റെ പിൻബലത്തിലാണ് UGC നിയമത്തിൻ കീഴിൽ UGC റെഗുലേഷനുകൾ പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആഗസ്റ്റ് 31, 1949 നടന്ന സംവാദത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൽ യൂണിയൻ ലിസ്റ്റിലെ ഇനം 66ൻ്റെ പരിധിയും പരിമിതിയും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന ബിരുദ പരീക്ഷകൾക്കുള്ള പാസ് മാർക്കോ മാനദണ്ഡങ്ങളോ പലതരത്തിലായാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനും സംസ്ഥാനങ്ങളിൽ ഗൗരവമായ മാനദണ്ഡങ്ങളും ഏകീകൃത രീതികൾ ഉറപ്പുവരുത്താനും മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനെയൊന്ന് ഉൾപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയുള്ളതും വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുമായ 2025 കരട് UGC മാനദണ്ഡങ്ങൾ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്ത ഒന്നാണെന്നാണ് ഈ സഭയുടെ വ്യക്തമായ അഭിപ്രായം. സർവകലാശാലകളുടെയും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനായി ഏതാണ്ട് 80% തുക ചെലവിടുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. സർവകലാശാലകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാരുകൾക്ക് മുഖ്യമായ പങ്കുണ്ട്. ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് യാതൊരു ചർച്ചകളും കൂടാതെ വൈസ് ചാൻസലർ നിയമനം പോലുള്ള സുപ്രധാന നിയമനങ്ങളിലും അധ്യാപകരുടെ യോഗ്യത, സേവന വ്യവസ്ഥ എന്നിവയെക്കുറിച്ചും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരുകളെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും UGCയുടെയും സമീപനം ജനാധിപത്യ വിരുദ്ധവും തിരുത്തപ്പെടേണ്ടതുമാണെന്ന് ഈ സഭയ്ക്ക് അഭിപ്രായമുണ്ട്. സർവകലാശാലകളിൽ അക്കാദമിക് വിദഗ്ധരെ വേണമെങ്കിൽ മാറ്റി നിർത്തി സ്വകാര്യ മേഖലയിൽ നിന്ന് പോലും വ്യക്തികളെ വൈസ് ചാൻസലർമാരാക്കാമെന്ന സമീപനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിക്കുന്നതിനുള്ള നീക്കമാണ്. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാനും പ്രസ്തുത മേഖലയിൽ മതവർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിടിയിലൊതുക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായി മാത്രമേ 2025 കരട് UGC മാനദണ്ഡങ്ങളെ കാണുവാൻ കഴിയൂ. സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധന്മാരുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും പരിഗണിച്ച് 2025 കരട് UGC മാനദണ്ഡങ്ങൾ ഉടൻ പിൻവലിച്ച് ബന്ധപ്പെട്ടവരുമായ എല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. ഈ പറയുന്ന അംഗങ്ങൾക്ക് പ്രമേയത്തിന്മേലുള്ള ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ UA ലത്തീഫ്. സർ, ചുരുക്കി. പ്രമേയത്തിലെ 6ാമത്തെ ഖണ്ഡികയിലെ അവസാന വരിയിലെ കച്ചവടവൽക്കരിക്കാനുള്ള എന്നതിന് ശേഷം നീക്കവും നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന നിരാക്ഷേപമായ സംവിധാനത്തെ തകർക്കുന്നതുമാണ് എന്ന് കൂട്ടിച്ചേർക്കുക. 2. പ്രമേയത്തിലെ 7ാമത്തെ ഖണ്ഡികയുടെ അവസാനത്തെ ഭാഗത്ത് താഴെ പറയുന്നത് കൂട്ടിച്ചേർക്കണം. വിദ്യാഭ്യാസ നിലവാരത്തിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വിപരീത ഫലം സൃഷ്ടിക്കുമെന്ന് ഈ സഭ ഭയപ്പെടുന്നു എന്ന് ഭേദഗതി. ശ്രീ N. ഷംസുദ്ദീൻ. ഈ പ്രമേയത്തോട് തത്വത്തിൽ യോജിക്കുകയും ഫെഡറൽ സംവിധാനങ്ങൾ തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല നടപടികളും ഒന്നായി ഇതിനെ കാണുകയുമാണ് സർ.
അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രമേയം അനിവാര്യമാണ്. പ്രമേയത്തിൻ്റെ തത്വത്തോട് യോജിക്കുന്നു. പ്രമേയത്തെ ശാക്തീകരിക്കാനുള്ള ചില ഘടനാപരമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഭേദഗതി 1 സർ, 2-ാം ഖണ്ഡികയിൽ റെഗുലേഷനുകളും പുറപ്പെടുവിക്കുന്നതിന് എന്നതിന് ശേഷം ഇനി പറയുന്നത് ചേർക്കുക. ഇതിൻ്റെ മറവിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നതും ഫെഡറൽ തത്വങ്ങളെ വീണ്ടും ബലികഴിക്കുന്നതും അംഗീകരിക്കാവുന്നതല്ല. ഇവിടെ വീണ്ടും സംസ്ഥാനത്തിൻ്റെ ഒരു അധികാരം ഈ അമെൻമെൻറ്റിലൂടെ ഇവർ കവർന്നെടുക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സർ, ഭേദഗതി 2, 3-ാം ഖണ്ഡികയിൽ 2-ാം വരിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് എന്നതിന് ശേഷം ഇവിടെ ഡോക്ടർ BR അംബേദ്കർ ആരാണ് എന്നുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത് നന്നാവും. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ BR അംബേദ്കർ വിശദീകരിച്ചത് എന്നാക്കുന്നത് പ്രമേയത്തിന് കുറച്ചുകൂടി ഒരു ഘടനാപരമായി ഒരു ശക്തി ഉണ്ടാവും. അതുപോലെ തന്നെ സർ, 3-ാം ഖണ്ഡികയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് മാറ്റി. കാരണം അദ്ദേഹം ഇത് വിശദീകരിക്കുകയാണ്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിനിങ്, നോട്ട് ഡിക്ലെയറിങ്. ഡിക്ലെയർ ചെയ്യല്ല, വിശദീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3-ാം ഖണ്ഡികയിൽ പ്രഖ്യാപിച്ചു, അംബേദ്കർ പ്രഖ്യാപിച്ചു എന്നതിന് പകരം അംബേദ്കർ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ 6-ാമത്തെ ഇനമായി 66-ാമത്തെ ഇനമായി കൂട്ടിച്ചേർക്കുന്നതിൻ്റെ സാഹചര്യം എന്താണ്, കേന്ദ്രത്തിന് എത്രമാത്രം അതിൽ സ്കോപ്പ് ഉണ്ട്, ഇതൊരു കൺകറന്റ് ലിസ്റ്റിലേക്ക് വരാനുള്ള കാരണം ഇന്നതാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് എന്നാണ് സാർ അവിടെ പറയേണ്ടത്. അതുപോലെ ഭേദഗതി 4-ാം ഖണ്ഡികയിൽ 2-ാം വരിയിൽ പാസ് മാർക്കോ എന്നതിന് ശേഷം മറ്റു വേറെയും കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവിടെ മറ്റു എന്നൊരു പ്രയോഗം നന്നാകും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സർ, ഭേദഗതി 5 പറയുന്നത് 4-ാം ഖണ്ഡികയിൽ 4-ാം വരിയിൽ രീതികൾ എന്നത് മാറ്റി രീതികളും. അപ്പോഴാണ് ആ വാചകത്തിനൊരു ഘടന ശരിയാവുക. അതുപോലെ തന്നെ 4-ാം ഖണ്ഡികയിൽ 5-ാം വരിയിൽ ഇങ്ങനെയൊന്ന് എന്നതിന് പകരം ഇങ്ങനെ ഒരു ഇനം, ഇങ്ങനെ ഒരു ഐറ്റം അതിൽ വന്നത്, ഈ ഇങ്ങനെയൊന്ന് എന്ന ഒരു ബ്ലാങ്കായ പറച്ചിലിനേക്കാൾ ഇങ്ങനെയൊരു ഇനം ചേർത്തത് എന്നാണ് വരുന്നത് നന്നാവുക. 4-ാം ഖണ്ഡികയിൽ 6-ാം വരിയിൽ പറഞ്ഞത് എന്നതിന് പകരം വിശദീകരിച്ചത് എന്ന് ചേർക്കുക. അതുപോലെ തന്നെ സർ, ഭേദഗതി 8, 5-ാം ഖണ്ഡികയിൽ 3-ാം വരിയിൽ ഒഴിവാക്കുന്നതുമായ എന്നതിന് പകരം ഒഴിവാക്കിക്കൊണ്ടുള്ളതുമായ എന്നതാണ് ആ വാചകത്തിൻ്റെ ഘടന പെർഫെക്റ്റ് ആവുക. അതുപോലെ തന്നെ സർ, ഭേദഗതി 9, 5-ാം ഖണ്ഡികയിൽ 4-ാം വരിയിൽ നിരക്കാത്ത ഒന്നാണെന്നാണ് എന്നതിന് പകരം നിരക്കാത്തതാണെന്നാണ് എന്ന് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ആ വാചകത്തിന് ഘടന നന്നാവുക. 6-ാം ഖണ്ഡികയിൽ 10-ാം വരിയിൽ ഈ സഭയ്ക്ക് അഭിപ്രായമുണ്ട് എന്നതിന് പകരം ഈ സഭ അഭിപ്രായപ്പെടുന്നു. അത് കുറച്ചുകൂടി ആ പ്രയോഗത്തിനൊരു ശക്തിയുണ്ട്. ഈ സഭ ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുന്നു എന്നാക്കി മാറ്റാം. അതുപോലെ സർ, ഭേദഗതി 11, 6-ാം ഖണ്ഡികയിൽ 12-ാം വരിയിൽ സമീപനം എന്നത് മാറ്റി പുതിയ നിർദ്ദേശം, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ UGC പുറപ്പെടുവിച്ച സർക്കുലറിലെ സമീപനമല്ല, ഈ വൈസ് ചാൻസലർ തീരുമാനിക്കുന്നതിലൊക്കെ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ അധികാരം കളയുന്ന പുതിയ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം എന്ന് തന്നെ, അത് പുതിയ നിർദ്ദേശം എന്ന് തന്നെ പറയണം. ഭേദഗതി 12, 7-ാം ഖണ്ഡികയിലെ 4-ാമത്തെ വരിയിൽ ഇനി പറയുന്നത് കൂട്ടിച്ചേർക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. സഫ്രണൈസേഷൻ്റെ പല മുഖങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കണ്ടു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് UGCയിലെ ചട്ടം ഭേദഗതി വരുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുകയും കാവ്യവൽക്കരണം, വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ശക്തമായിട്ട് തന്നെ പറയണം സാർ. അതുപോലെ അവസാനത്തെ ഭേദഗതി 13, 7-ാം ഖണ്ഡികയിലെ 1-ാം വരിയിൽ വിദഗ്ധരുടെയും എന്നതിന് ശേഷം വിദഗ്ധരുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും മാത്രം ആശങ്കയല്ല, എല്ലാവർക്കും ആശങ്കയുണ്ട്. മതേതര വിദ്യാഭ്യാസവും ഫെഡറലിസവും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ പൊതുസമൂഹത്തിൻ്റെയും ആശങ്കയാണ്, വികാരമാണ് ഈ പ്രശ്നം എന്ന രീതിയിലേക്ക് അവിടെ ആ ഒരു വരി കൂടി ചേർക്കണം എന്നുള്ള ഭേദഗതികളാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ശ്രീ ടി വി ഇബ്രാഹിം. സർ, തികച്ചും സ്വാഗതാർഹവും അവസരോചിതവുമായ ഈ പ്രമേയത്തിൽ ഞാൻ 3 ഭേദഗതികളാണ് സർ നിർദ്ദേശിക്കുന്നത്. അതിൽ 1-ാമത്തെ ഖണ്ഡികയിൽ സാർ ഇതിൽ അക്കാദമിക് വിദഗ്ധരുടെയും എന്ന് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും എന്ന് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെയും എന്നുകൂടി കൂട്ടിച്ചേർക്കണം എന്നാണ് സാർ എൻ്റെ ഒരു ഭേദഗതി. കാരണം വിദ്യാർത്ഥികളെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. അവരെയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും എന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണം എന്നാണ് 1-ാമത്തെ ഖണ്ഡികയിൽ എൻ്റെ നിർദ്ദേശമെന്ന് പറയുന്നത്. സർ, 2-ാമത്തത് 5-ാമത്തെ ഖണ്ഡികയ്ക്ക് ശേഷം
അതിൽ വൈസ് ചാൻസലറുടെ യോഗ്യതാ മാനദണ്ഡം വിശാലമാക്കുക വഴി അക്കാദമിക് യോഗ്യതക്കപ്പുറം ചാൻസലർക്കോ കേന്ദ്ര സർക്കാരിനോ താൽപ്പര്യമുള്ള ആരെയും വൈസ് ചാൻസലറായി നിയമിക്കാനാകും. കോളേജുകളിലെ പ്രിൻസിപ്പൽ നിയമനം വൈസ് ചാൻസലറുടെ നിയന്ത്രണത്തിലാക്കാൻ പര്യാപ്തമായ നിർദ്ദേശവും ബിരുദാനന്തര തലങ്ങളിൽ പഠിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ നെറ്റ് യോഗ്യതയോ PhDയോ നേടിയവർക്ക് അധ്യാപകനാവാം എന്നതും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായ നിർദ്ദേശമായി കണക്കാക്കാനാകില്ല എന്നാണ് എൻ്റെ സർ രണ്ടാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. സർ മൂന്നാമത്തെ ഭേദഗതിയിൽ 6ാമത്തെ ഖണ്ഡികയിൽ അവിടെ നിയമനം പോലുള്ള സുപ്രധാന നിയമനങ്ങളിലും അധ്യാപകരുടെ യോഗ്യത, സേവന വ്യവസ്ഥ എന്നിവയെക്കുറിച്ചും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ എന്ന് കഴിഞ്ഞിട്ട് സർവകലാശാലകളുടെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും എന്നുകൂടി കൂട്ടിച്ചേർക്കുക. സംസ്ഥാന സർക്കാരുടെ പൂർണ്ണമായി മാറ്റി നിർത്തുന്ന എന്നതിന് മുമ്പായിട്ട് ഈ നിർദ്ദേശം കൂടി ഞാൻ നിർദ്ദേശിക്കുന്നത് സർവകലാശാലകളുടെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും എന്നുകൂടി കൂട്ടിച്ചേർക്കണം എന്നാണ് സർ എൻ്റെ ഈ 3 ഭേദഗതികൾ. അത് അംഗീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സർ. ശ്രീ പി ഉബൈദുള്ള. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നതോടൊപ്പം എൻ്റെ ഭേദഗതികൾ അവതരിപ്പിക്കണം സർ. 1. പ്രമേയത്തിൽ 1ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് താഴെ പറയുന്നത് കൂട്ടിച്ചേർക്കുക. UGC നയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കുകയും അതിൻ്റെ അടിസ്ഥാന വെല്ലുവിളികൾ പരിഹരിക്കുകയും ചെയ്യണം എന്ന് ചേർക്കണമെന്ന് സർ 1ാമത്തെ ഭേദഗതി. 2. പ്രമേയത്തിലെ 4ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് UGC മാർഗനിർദ്ദേശങ്ങളുടെ പൊതുഘടന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സവിശേഷതകളിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യത്തിൽ അവയെ പുനഃപരിശോധിക്കാനും ഭേദഗതി ആവശ്യപ്പെടാനും സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കണം എന്ന് ചേർക്കുക. 3. 6ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് താഴെ പറയുന്നത് കൂട്ടിച്ചേർക്കുക. പ്രാദേശിക ഭാഷകളുടെ സവിശേഷതകളും സംരക്ഷണവും ആവശ്യമാണെന്നും ഭാഷാശാസ്ത്രപരമായ സംരക്ഷണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉറപ്പാക്കണമെന്നും തദ്ദേശസ്ഥിതി, സംസ്കാരം, സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമപരമായ ഭേദഗതികൾ ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കണം എന്ന 3 വളരെ പ്രധാനപ്പെട്ട ഭേദഗതിയാണ് സർ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് അംഗീകരിക്കണം എന്നാവശ്യപ്പെടുന്നു. ശ്രീ ടി സിദ്ദീഖിന്റെ നോട്ടീസ് വൈകിയാണ് ലഭിച്ചെന്നാൽ സിദ്ദീഖിന് ഒരു വാക്ക് പറയാം. സർ, ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ വിരുദ്ധവുമായിട്ടുള്ള ഈ പ്രമേയത്തിൻ്റെ അന്തസത്തയോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഘടനാപരമായിട്ടുള്ള ചില 3 ഭേദഗതികൾ മാത്രം അവതരിപ്പിക്കുകയാണ് സർ. സർ, 1. 5ാമത്തെ പാരഗ്രാഫിൽ 4ാമത്തെ വരിയിൽ നിരക്കാത്ത എന്ന് കഴിഞ്ഞിട്ട് നിരക്കാത്തതും സർവകലാശാല ഭരണം കൈപ്പിടിയിലാക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ മാർഗവുമാണ് എന്ന് കൂട്ടിച്ചേർത്താൽ കുറച്ചുകൂടെ പ്രമേയത്തിന് കുറച്ചുകൂടെ ശക്തി കൂടും എന്നുള്ളത് പ്രത്യേകം പറയുന്നു. 6ാമത്തെ ഖണ്ഡികയിൽ 2ാം വരിയിൽ ഏതാണ്ട് 80% എന്നുള്ളത് 80% എന്നവിടെ നിലനിൽക്കെ തന്നെ ഏതാണ്ട് എന്നുള്ളതായിരിക്കുന്ന വാക്ക് നമ്മുടെ പ്രമേയത്തിൻ്റെ കനം കുറയ്ക്കാൻ ഇടവരും എന്നുള്ളതുകൊണ്ട് ഏതാണ്ട് എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ്. 80% എന്നുള്ളത് പൂർണ്ണമായും അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ വാക്ക് ഒഴിവാക്കേണ്ടതാണ്. സർ, അതോടൊപ്പം ഇതിനെയെല്ലാം 6ാമത്തെ പാരഗ്രാഫിൽ 5ാമത്തെ വരിയിൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ യാതൊരു ചർച്ചകളും കൂടാതെ എന്നുള്ളത് ഒഴിവാക്കി അതിന് പകരം കേന്ദ്ര സർക്കാരിൻ്റെയും UGCയുടെയും സമീപനം എന്നുള്ളതിൻ്റെ കൂടെ ഏകപക്ഷീയ സമീപനം എന്നാക്കി മാറ്റേണ്ടതാണ്. അത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ ഭേദഗതികളെല്ലാം പൊതുവെ പ്രമേയത്തിൻ്റെ അന്തസത്തയോട് യോജിക്കുന്നവയാണ്. ഈ ഭേദഗതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ നിർദ്ദേശങ്ങളെല്ലാം ഈ പ്രമേയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഐകകണ്ഠ്യേന പാസ്സാക്കാമെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. ഭേദഗതിയിൽ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ ഭേദഗതിയും സഭ തള്ളിയിരിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നു.